2020 കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തവണ കഥാവിഭാഗത്തിൽ 39 എൻട്രികളാണുള്ളത്. കഥേതര വിഭാഗത്തിൽ 163 എൻട്രികളും രചനാ വിഭാഗത്തിൽ 8 എൻട്രികളുമാണ് ലഭിച്ചിട്ടുള്ളത്. കഥാവിഭാഗത്തിൽ 21 കാറ്റഗറികളായി 20 വ്യക്തികൾ അവാർഡിന് അർഹരായി. കഥേതര വിഭാഗത്തിൽ 15 കാറ്റഗറികളായി 28 വ്യക്തികൾ അവാർഡിന് അർഹരായി. രചനാ വിഭാഗത്തിൽ മികച്ച ലേഖനത്തിനുള്ള അവാർഡ് മാത്രമേ നൽകിയിട്ടുള്ളൂ. ജൂറിയുടെ പരാമർശം ഉൾപ്പെടെ 3 വിഭാഗങ്ങളിലുമായി ആകെ 49 വ്യക്തികൾ അവാർഡ് നേടിയിട്ടുണ്ട്. മികച്ച ടെലി സീരിയലായി തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിൽ പുരസ്കാരം നൽകേണ്ടതില്ല എന്ന് ജൂറി തീരുമാനിച്ചു. കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിം, മികച്ച സംവിധായകൻ, മികച്ച കലാസംവിധായകൻ എന്നീ വിഭാഗങ്ങളിലും യോഗ്യതയുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ അവാർഡ് നൽകിയിട്ടില്ല. അർഹതയുള്ള എൻട്രികൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ അവാർഡ് നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്ന അധികാരം നിയമാവലി പ്രകാരം ജൂറിക്കുണ്ട്. ഞാൻ എല്ലാ വിശദാംശത്തിനും പോകുന്നില്ല. ആദ്യം അവാർഡിൻ്റെ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പ് ജൂറിയുടെ ചില പരാമർശങ്ങൾ ഈ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കുട്ടികൾ സജീവമായി കാണുന്ന മാധ്യമമായിട്ട് പോലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹ്രസ്വ ചിത്ര വിഭാഗത്തിൽ എൻട്രികൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് ഖേദകരമാണെന്ന് ജൂറി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജൂറിയുടെ മുന്നിലെത്തിയ എൻട്രികളിൽ ഭൂരിഭാഗവും അവാർഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ സാക്ഷാത്കരിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മികച്ച സീരിയൽ, മികച്ച രണ്ടാമത്തെ സീരിയൽ, മികച്ച സംവിധായകൻ, മികച്ച കലാസംവിധായകൻ എന്നീ വിഭാഗങ്ങൾ ഈ വർഷം പുരസ്കാരം നൽകാൻ സാധിക്കുന്നില്ല. 3, മറ്റു വിഭാഗങ്ങളിലെ എൻട്രികളുടെ നിലവാര തകർച്ച കാരണം അവാർഡുകൾ നിർണ്ണയിക്കുന്നതിന് ജൂറിക്ക് ഏറെ പരിശ്രമിക്കേണ്ടി വന്നു. 4, ടെലിവിഷൻ പരമ്പരകളിൽ സ്ത്രീകളെയും കുട്ടികളെയും മോശമായി ചിത്രീകരിച്ച് കാണുന്നതിൽ ജൂറി കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നു. 5, വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു മാധ്യമ നിലയിൽ ടെലിവിഷൻ പരമ്പരകളിലും കോമഡി പരിപാടികളിലും ചാനലുകൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം പുലർത്തണമെന്ന് എൻട്രികൾ വിലയിരുത്തിക്കൊണ്ട് ജൂറി അഭിപ്രായപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം നിർദ്ദേശങ്ങൾ ജൂറി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രിലിമിനറി സ്ക്രീനിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദൃശ്യാവിഷ്കാരങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന തരത്തിൽ ഇതിൻ്റെ അവാർഡുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ട വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് പഠിച്ചു പ്രാവർത്തിക്കുന്ന ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് ജൂറി ശുപാർശ ചെയ്തിട്ടുണ്ട്. അവാർഡ് തുക ഇപ്പോൾ ഉള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഥേതര വിഭാഗത്തിലും പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പരാമർശം, വലിയൊരു രോഗപ്പകർച്ചയുടെ കാലത്ത് ഇച്ഛാശക്തിയോട് അഭിമുഖീകരിക്കാൻ പല വാർത്തേതര മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പരാമർശം വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ കഥേതര വിഭാഗത്തിന് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ല ഞാൻ വായിക്കുന്നില്ല. രചനാ വിഭാഗത്തിനും പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം, നമ്മൾ കൊടുത്ത ലേഖനങ്ങളിൽ മൗലികവും അക്കാദികവുമായ പഠനങ്ങളുടെ അഭാവം ഈ വിഭാഗത്തിലെ ലേഖനങ്ങളിൽ പ്രകടമായി വരുന്നു എന്ന പരാമർശമാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതിലൊരു നിർദ്ദേശം, ടെലിവിഷൻ രചനാ വിഭാഗം പുരസ്കാരത്തെ ടെലിവിഷൻ നവമാധ്യമ രചനാ വിഭാഗം അവാർഡ് എന്ന് വിപുലമാക്കും, നന്നായിരിക്കും. ചലച്ചിത്രം ഒഴികെയുള്ള ദൃശ്യമാധ്യമ പഠനങ്ങൾ ഈ പരിധിയിൽ കൊണ്ടുവരാനാകും. മറ്റൊരു പരാമർശം നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ടെലിവിഷൻ നവമാധ്യമ പഠനങ്ങൾ കണ്ടെത്തി മികച്ചവ പ്രസിദ്ധീകരിക്കാൻ സൗകര്യമൊരുക്കുന്നത് പരിഗണിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞ, ചലച്ചിത്ര ഗവേഷണത്തിന് ഫെലോഷിപ്പ് നൽകുന്നത് പോലെ ടെലിവിഷൻ നവമാധ്യമവുമായി ബന്ധപ്പെട്ട് ഗവേഷണത്തിന് നിശ്ചിത എണ്ണം ഫെലോഷിപ്പുകൾ ഓരോ വർഷം നൽകുന്നത് പരിഗണിക്കണം. മറ്റൊരു കാര്യം, രചനാ വിഭാഗത്തിലെ അപേക്ഷകളുടെ കുറവ് പരിഗണിച്ച് അതാത് വർഷത്തെ രചനകൾ എന്ന നിബന്ധന ഒഴിവാക്കി കഴിഞ്ഞ 2 വർഷങ്ങളിലെ രചനകൾ എന്ന് നിശ്ചയിക്കുന്നത് നന്നായിരിക്കും. ഈ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ ജൂറി ഇവിടെ പറഞ്ഞുകൊണ്ടും പരാമർശിച്ചുകൊണ്ടും 2020 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഗവൺമെൻറ് സജീവമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ പറയാനുള്ളത്. ഇനി അവാർഡുകളിലേക്ക് കടക്കാം. മികച്ച ടെലി സീരിയൽ, അത് നേരത്തെ ഇല്ല എന്ന് പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുക. കലാമൂല്യവും സാങ്കേതിക മികവും പ്രകടമാക്കുന്ന സൃഷ്ടികളൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകേണ്ടതില്ല എന്ന് ജൂറി തീരുമാനിക്കുന്നു. 2, മികച്ച രണ്ടാമത്തെ ടെലി സീരിയൽ. മികച്ച സീരിയൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ സീരിയൽ പുരസ്കാരത്തിന് യോഗ്യമായതില്ല. 3, മികച്ച ടെലിഫിലിം 20 മിനിറ്റിൽ കുറവ്. കള്ളൻ മറുത, സംവിധാനം റെജിൽ KC, 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം അർജുനൻ K, 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. തിരക്കഥ റെജിൽ KC, 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ലളിതമായ നാടോടി കഥ വ്യത്യസ്തമായ അർത്ഥതലങ്ങളോട് സന്നിവേശിപ്പിച്ച ആവിഷ്കാര മികവിനാണ് ഈ അവാർഡ് നൽകുന്നത്. 4, മികച്ച ടെലിഫിലിം 20 മിനിറ്റിൽ കൂടിയത്. അതും ഈ വിഭാഗത്തിൽ സമർപ്പിക്കപ്പെട്ട എൻട്രികളിൽ മികച്ച സൃഷ്ടികൾ ഇല്ലാത്തതിനാൽ പുരസ്കാരം നൽകേണ്ടതില്ലെന്ന് ജൂറി തീരുമാനിക്കുന്നു. 5, മികച്ച കഥാകൃത്ത് ടെലി സീരിയൽ ടെലിഫിലിം അർജുനൻ K, 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി കള്ളൻ മറുത, ഒരു നാടോടിക്കഥയുടെ സ്പർശമുള്ള പ്രമേയം വ്യത്യസ്ത അർത്ഥതലങ്ങളിൽ ആവിഷ്കരിച്ച രചനാ മികവിനാണ് ഈ അവാർഡ്. മികച്ച TV ഷോ എൻ്റർടൈൻമെൻറ്റ് റെഡ് കാർപ്പറ്റ് അമൃത TV. നിർമ്മാണം കോഡക്സ് മീഡിയ, 20,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പലതരത്തിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളെ പൊതുവേദിയിലെത്തിച്ച് പ്രചോദനം നൽകുന്ന സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന വിനോദ പരിപാടി, അതിനാണ് ഈ അവാർഡ് നൽകുന്നത്. മികച്ച കോമഡി പ്രോഗ്രാം മറിമായം മഴവിൽ മനോരമ, സംവിധാനം മിഥുൻ ചേറ്റൂർ, 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം മഴവിൽ മനോരമ, 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പടിയോട് തികച്ചും സ്വാഭാവികമായി ആവിഷ്കരിക്കുന്ന അവതരണ മികവിനാണ് ഈ അവാർഡ്. മികച്ച ഹാസ്യ അഭിനേതാവ് രശ്മി R, 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി കോമഡി മാസ്റ്റേഴ്സ് അമൃത TV, വ്യത്യസ്ത കഥാപാത്രങ്ങളെ തികച്ചും സ്വാഭാവികവും അതിഭാവുകത്വമില്ലാതെയും ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന അഭിനയ മികവിന് ഈ അവാർഡ് നൽകുന്നു. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് അമ്പൂട്ടി, 10,000 രൂപയും
പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ടെലി സീരിയൽ അക്ഷരത്തെറ്റ് സൂര്യകാന്തി മഴവിൽ മനോരമ. 2 സീരിയലുകളിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷത ഉൾക്കൊണ്ട് ശബ്ദം പകർന്ന മികവിന് ഇതിനാണ് അവാർഡ് കൊടുക്കുന്നത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വനിത മീര 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി കഥയറിയാതെ കൂടത്തായി ഫ്ലവേഴ്സ് TV. കഥയറിയാതെ എന്ന സീരിയലിലെ നായിക കഥാപാത്രത്തിനും കൂടത്തായിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കൗമാരകാലത്തിന് ശബ്ദം നൽകി മികവുറ്റതാക്കിയതിനാണ് ഈ അവാർഡ്. കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിം ഞാൻ ആദ്യം പറഞ്ഞു. ഈ വിഭാഗത്തിൽ എൻട്രികൾ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയായിട്ടാണ് ജൂറി കാണുന്നത്. മികച്ച സംവിധായകൻ ടെലി സീരിയൽ ഫിലിം. പ്രതിഭയും ഉത്തരവാദിത്വ ബോധമുള്ള സംവിധായകരുടെ അഭാവം ഇത്തവണ ലഭിച്ച എൻട്രികളിലെല്ലാം തന്നെ പ്രകടമായിരുന്നു. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ അവാർഡ് നൽകേണ്ടതില്ലെന്ന് ജൂറി തീരുമാനിക്കുന്നു. മികച്ച നടൻ ടെലി സീരിയൽ ഫിലിം ശിവജി ഗുരുവായൂർ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി കഥയറിയാതെ ഫ്ലവേഴ്സ് TV. തന്മയത്വമുള്ള അഭിനയ ശൈലിയിലൂടെ കഥയറിയാതെ എന്ന പരമ്പരയിലെ രാമേട്ടനെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിനാണ് ഈ അവാർഡ്. മികച്ച രണ്ടാമത്തെ നടൻ റാഫി ടെലി സീരിയൽ ഫിലിം 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ചക്കപ്പഴം ഫ്ലവേഴ്സ് TV. ചക്കപ്പഴം എന്ന ഹാസ്യ പരമ്പരയിലെ സുമേഷിൻ്റെ അന്തർസംഘർഷങ്ങളെ നർമ്മം ചോരാതെ അവതരിപ്പിച്ചതിനാണ് ഈ അവാർഡ്. മികച്ച നടി അശ്വതി ശ്രീകാന്ത് ടെലി സീരിയൽ ഫിലിം 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ചക്കപ്പഴം ഫ്ലവേഴ്സ് TV. ചക്കപ്പഴത്തിലെ ആശയ എന്ന കഥാപാത്രത്തെ അനായാസമായും സരസമായും അവതരിപ്പിച്ചതിനാണ് അവാർഡ്. മികച്ച രണ്ടാമത്തെ നടി ഷാലു കുര്യൻ ടെലി സീരിയൽ ഫിലിം 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി അക്ഷരത്തെറ്റ് മഴവിൽ മനോരമ. ഒരു ദരിദ്ര കുടുംബത്തിലെ സ്ത്രീ ജീവിതത്തിൻ്റെ അതിജീവന പ്രശ്നങ്ങളെ അവതരിപ്പിച്ച അഭിനയ മികവിനാണ് ഈ അവാർഡ്. മികച്ച ബാലതാരം ഗൗരി മീനാക്ഷി 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ടെലി സീരിയൽ ഫിലിം. പരിപാടി ഒരിതൾ ദൂരദർശൻ. ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും ജിജ്ഞാസയും പരിഭവങ്ങളുമെല്ലാം പ്രകടമാക്കുന്ന സൂക്ഷ്മാഭിനയ മികവിനാണ് ഈ അവാർഡ്. മികച്ച ഛായാഗ്രഹകൻ ശരൺ ശശിധരൻ ടെലി സീരിയൽ ഫിലിം 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി കള്ളൻ മറുത. കഥാപശ്ചാത്തലം ആവശ്യപ്പെടുന്ന ദൃശ്യചലനങ്ങൾ സൃഷ്ടിച്ച ഛായാഗ്രഹണ മികവിനാണ് അവാർഡ്. മികച്ച ചിത്ര സംയോജകൻ വിഷ്ണു വിശ്വനാഥൻ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ആൻറ്റി ഹീറോ സ്പൈഡർ നെറ്റ്. വേറിട്ട ദൃശ്യ സംയോജന ശൈലിയിലൂടെ കഥയ്ക്കും ദൃശ്യഭാഷയ്ക്കും പൂർണ്ണത നൽകിയതിന്. മികച്ച സംഗീത സംവിധായകൻ വിനീഷ് മണി 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി അച്ഛൻ കേരള വിഷൻ. പ്രമേയം ആവശ്യപ്പെടുന്ന വൈകാരിക മുഹൂർത്തങ്ങൾക്ക് അനുസൃതമായി ചിട്ടപ്പെടുത്തിയ സംഗീതത്തിൻ്റെ മേന്മയ്ക്ക്. മികച്ച ശബ്ദലേഖകൻ അരുൺ സൗണ്ട്സ് സ്കേപ്പ് 15,000 രൂപ പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി കള്ളൻ മറുത. ദൃശ്യഭാഷയ്ക്ക് അനുസൃതമായ സൂക്ഷ്മ ശബ്ദങ്ങൾ ആലേഖനം ചെയ്തതിനാണ് അവാർഡ്. മികച്ച കലാസംവിധായകൻ ടെലി സീരിയൽ ഫിലിം. ഒരു കലാസംവിധായകന്റെ സർഗാത്മക സാന്നിധ്യം അനുഭവിക്കുന്ന എൻട്രികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കാറ്റഗറിയിലും അവാർഡ് നൽകേണ്ടതില്ലെന്ന് ജൂറി തീരുമാനിക്കും. പ്രത്യേക ജൂറി പരാമർശം. അഭിനയത്തിന് സലീം ഹസൻ പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി മറിമായം മഴവിൽ മനോരമ. മറിമായത്തിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് വേറിട്ട ശൈലി നൽകുന്ന ഹാസ്യാഭിനയ മികവിന്. ഇനി അവാർഡുകൾ കഥേതര വിഭാഗമാണ്. മികച്ച ഡോക്യുമെന്ററി ജനറൽ ദി സീ ഓഫ് എക്സ്റ്റസി
സെൻസേഡ് പരിപാടി. സംവിധാനം നന്ദകുമാർ തോട്ടത്തിൽ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ദി സീ ഓഫ് എക്സ്റ്റസി. നിർമ്മാണം നന്ദകുമാർ 20,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. വിശ്വാസവും ഭക്തിയും രക്തരൂക്ഷിതമാവുന്ന കൊടുങ്ങല്ലൂർ ഭരണിയെ ഉത്തര കേരളത്തിൽ നിന്നുള്ള പുറപ്പാട് ദൃശ്യങ്ങളടക്കം സമഗ്രവും സൂക്ഷ്മവുമായി ഡോക്യുമെൻ്റ് ചെയ്തതിലെ കൃത്യതയ്ക്കും ദൃശ്യപരമായ മികവിനും ശബ്ദമിശ്രണത്തിലെ പൂർണ്ണതയ്ക്കും പുരസ്കാരം നൽകുന്നു. മികച്ച ഡോക്യുമെൻ്ററി സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്. അടിമത്തത്തിൻ്റെ രണ്ടാം വരവ് കൈരളി ന്യൂസ്. സംവിധാനം കെ രാജേന്ദ്രൻ 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം കൈരളി ന്യൂസ് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ആഫ്രിക്കയിലെ ഘാനയിൽ ദുഷ്കര സാഹചര്യങ്ങൾ ചിത്രീകരിച്ച ഈ ഡോക്യുമെൻ്ററി ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളൊന്നായ ഈ മാലിന്യങ്ങൾ കേരളത്തിലടക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഗുരുതാവസ്ഥകളെ ആശങ്കയോടെ മുൻനിർത്തുന്നു. കൊടും വിഷവാതകങ്ങൾ ശ്വസിച്ച് ശ്വാസം മുട്ടി പണിയെടുക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് സംവിധായകൻ തന്നെ കൈകാര്യം ചെയ്യുന്ന ക്യാമറ കടന്നു ചെന്ന് കാണിച്ചു തരുന്ന കാഴ്ചകൾ ഈ ചിത്രത്തെ മികച്ച ശാസ്ത്ര പരിസ്ഥിതി ഡോക്യുമെൻ്ററിയാക്കുന്നു. മികച്ച ഡോക്യുമെൻ്ററി ബയോഗ്രാഫി കരിയൻ കൈരളി ന്യൂസ്. സംവിധാനം ബിജു മുത്തത്തി 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം കൈരളി ന്യൂസ് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. വയനാട്ടിൽ നക്സലൈറ്റ് നേതാവ് വർഗീസിനൊപ്പം ആദിവാസി സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലടക്കപ്പെട്ട വിപ്ലവകാരി കെ കരിയൻ്റെ അധികമൊന്നും അറിയപ്പെടാത്ത ജീവിതത്തെ കാച്ചിക്കുറുക്കിയ സംഭാഷണങ്ങളുടെ ജൈവികതയിലൂടെ ആവിഷ്കരിച്ച അവതരണ മികവിന് പുരസ്കാരം നൽകുന്നു. കരിയൻ്റെ ആത്മഭാഷണങ്ങൾ സ്വയം പ്രകാശിപ്പിക്കുന്ന ജീവദർശനം ഈ ചിത്രത്തെ സ്വയം പൂർണ്ണമാക്കുന്നു. മികച്ച ഡോക്യുമെൻ്ററി വിമൻ ആൻഡ് ചിൽഡ്രൻ ഐ ആം സുധ മാതൃഭൂമി ന്യൂസ്. സംവിധാനം റിയ ബേബി 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം മാതൃഭൂമി ന്യൂസ് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. അതിഭാവുകത്വപരമായ ആവിഷ്കാരത്തിലേക്ക് എളുപ്പം പതിക്കാൻ സാധ്യതയുള്ള ഒരു സ്ത്രീ ജീവിതത്തെ ദൃശ്യപരമായ അച്ചടക്കത്തോടെയും രേഖപ്പെടുത്തിയ ചിത്രം. തട്ടേക്കാട് പക്ഷി നിരീക്ഷണ സങ്കേതത്തിലെ സുധ എന്ന വഴികാട്ടി ജീവിത പ്രതിസന്ധികളെ ധീരതയോടും പ്രസന്നതയോടും നേരിട്ട് പ്രകൃതിയെയും പരിസ്ഥിതിയെയും സ്നേഹിച്ച് ജീവിക്കുന്നതിൻ്റെ ആവിഷ്കാരം. മികച്ച എഡ്യൂക്കേഷണൽ പ്രോഗ്രാം അത് 2 ഒന്ന് വാക്കുകളെ സ്വപ്നം കാണുമ്പോൾ, 2 തരിയോട് സെൻസേഡ് പരിപാടിയാണ്. സംവിധാനം നന്ദനൻ, 2 നിർമ്മൽ ബേബി വർഗീസ് 5,000 രൂപയും പ്രശസ്ത പത്രവും ശില്പവും. നിർമ്മാണം നന്ദൻ ബേബി ചൈതന്യ 7,500 രൂപയും പ്രശസ്ത പത്രവും ശില്പവും. അതിൽ വാക്കുകളെ സ്വപ്നം കാണുമ്പോൾ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അലങ്കാരങ്ങളൊന്നുമില്ലെങ്കിലും ഇന്ത്യയിലെ 4 പ്രധാന ദ്രാവിഡ ഭാഷകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിഘണ്ടു തയ്യാറാക്കാൻ ഞാറ്റ്യാല ശ്രീധരൻ എന്ന ഭാഷാസ്നേഹി നടത്തിയ സമാനതകളില്ലാത്ത അധ്വാനത്തിൻ്റെയും ഗവേഷണങ്ങളുടെയും യാത്രയുടെ ആവിഷ്കാരമാണ്. ആ മികവിനാണ് അവാർഡ്. തരിയോട് മലബാറിലെ സ്വർണ്ണഖനനത്തിൻ്റെ ചരിത്രം അപൂർവ രേഖകളിലൂടെ ആവിഷ്കരിച്ചത് ഗവേഷണ മികവിനാണ്. മികച്ച ആങ്കർ ഡോക്ടർ ജിനേഷ് കുമാർ എരം 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ഫസ്റ്റ് ബെൽ കൈറ്റ് വിക്ടേഴ്സിറ്റി. കലാമണ്ഡലം ഹൈദരലിയെക്കുറിച്ചുള്ള പഠനഭാഗം വിദ്യാർത്ഥികൾക്ക് ആഴം വ്യക്തമാക്കിയും ഉചിതമായ പദപ്രയോഗങ്ങളിലൂടെയും ടെലിവിഷൻ്റെ വ്യാകരണം പറഞ്ഞു കൊടുത്തൊരു അവതരണ പാഠവത്തിനാണ് പുരസ്കാരം നൽകുന്നത്. മികച്ച സംവിധായകൻ ജെ ജിബിൻ ജോസഫ് ഡോക്യുമെൻ്ററി 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ദ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഇല്യൂഷൻ സെൻസഡ് പരിപാടി. ചവിട്ട് നാടകമെന്ന കലാരൂപത്തിലെ ഐതിഹാസിക കഥാപാത്രമായ കാൾസ്മാൻ ചക്രവർത്തിയെ ചവിട്ട് നാടകത്തിൻ്റെ ആസ്ഥാനമായ ഗോകുലത്തിലെ കലാകാരന്മാരും നാട്ടുകാരും വിവിധ സന്ദർഭങ്ങളിൽ വിവിധ രീതികളിൽ ഓർക്കുന്നതിനെ കാവ്യാത്മകമായി ആവിഷ്കരിച്ച സംവിധാന മികവിന് പുരസ്കാരം നൽകുന്നു. മികച്ച ന്യൂസ് ക്യാമറാമാൻ ജെയ്ജി മാത്യു 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ഉഭയജീവികളായ ദമ്പതികളുടെ കണ്ണീർ ജീവിതം മനോരമ ന്യൂസ്. കൊച്ചി കണ്ണമാലിയിലെ 1,00,000 വീട് കോളനി കുടുംബം വർഷം മുഴുവൻ വെള്ളക്കെട്ടിൽ കഴിയുന്ന ഉഭയജീവിതത്തെ നമ്മുടെ മനസ്സിലും മരവിപ്പ് കയറും വിധം ചിത്രീകരിച്ചാണ് ഈ അവാർഡ്. മികച്ച വാർത്താ അവതാരക രേണുക MG 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി 4 മണി വാർത്ത ന്യൂസ് 18 കേരള. പ്രസന്നത, ഉച്ചാരണശുദ്ധി, സ്ഫുടത,
വാർത്തയുടെ ഉള്ളറിഞ്ഞുള്ള അവതരണ മികവ് തുടങ്ങിയെല്ലാം രേണുക MG വേറിട്ട വാർത്ത അവതാരികയാക്കുന്നു. അതിനാണ് അവാർഡ്. മികച്ച കോമ്പിയർ ഓർ ആങ്കർ 2 പേർക്കാണ്. 1 രാജശ്രീ വാര്യർ, 2 ബാബു രാമേന്ദ്രൻ 5000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടികൾ 1 സൗമ്യം ശ്രീത്വം ഭാവദ്വയം ദൂരദർശൻ, 2 വല്ലാത്തൊരു കഥ ഏഷ്യാനെറ്റ് ന്യൂസ്. രാജശ്രീ വാര്യർ അവതരിപ്പിക്കുന്ന വിഷയത്തെ ആഴത്തിൽ ഉൾക്കൊണ്ട് ശാന്തമായും മലയാള ഭാഷയുടെ തനിമ നിലനിർത്തിയും പ്രേക്ഷകരിലെത്തിക്കുന്ന അവതരണ വൈഭവത്തിന് പുരസ്കാരം നൽകുന്നു. ബാബു രാമേന്ദ്രൻ സമകാലിക ഇന്ത്യൻ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളെയും ഒരു കഥ പറച്ചിലിൻ്റെ ഭാവ ഗരിമയോട് പിരിമുറുക്കം കൂടാതെ കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന അവതരണ മികവിന് അവാർഡ്. മികച്ച കമൻറ്റേറ്റർ C. അനൂപ് 10000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി പാട്ടുകൾക്ക് കൂടൊരുക്കിയ ഒരാൾ സെൻസഡ് പ്രോഗ്രാം. ജീവിതം മലയാള ചലച്ചിത്രകാരങ്ങളുടെ ശേഖരണത്തെ സമർപ്പിച്ച കൊച്ചിക്കാരൻ അഷ്റഫിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രത്തിന് സ്പഷ്ടമായ സ്വരപൂർണതയോട് ആഖ്യാനം നൽകിയതിന് പുരസ്കാരം നൽകുന്നു. മികച്ച ആങ്കർ ഇൻ്റർവ്യൂവർ KR ഗോപികൃഷ്ണൻ കറണ്ട് അഫയേഴ്സ് 10000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി 360 ഡിഗ്രി 24 ന്യൂസ്. ഒരേ സമയം പ്രതിപക്ഷ ബഹുമാനവും അതേസമയം അന്വേഷണാത്മകതയും പ്രകടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച് വാർത്തകളുടെയും വിവാദങ്ങളുടെയും ഉള്ളറകളിലേക്ക് വ്യക്തികളിലൂടെ നടത്തുന്ന സഞ്ചാരത്തിന് 360 ഡിഗ്രി എന്ന പരിപാടിയുടെ അവതരണ മികവിന് പുരസ്കാരം നൽകുന്നു. മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മുഹമ്മദ് അസ്ലാം 10000 രൂപ പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി EWS സംവരണം, വിവിധ കോഴ്സുകളിലെ സീറ്റ് വിവരത്തുണ്ടാക്കിയ മാറ്റം. മീഡിയ 1 ലോക്ക്ഡൗൺ കാലത്ത് അന്വേഷണാത്മക വാർത്തകൾ തേടി മാധ്യമപ്രവർത്തകർക്ക് വലിയ തോതിൽ പുറം ലോകത്തേക്ക് പോകാൻ കഴിയാതിരുന്ന കാലത്ത് EWS സംവരണം നടപ്പാക്കിയപ്പോൾ കോഴ്സുകളിലെ സീറ്റ് വിഭജനത്തിൽ താളപ്പിഴകൾ ഉണ്ടായി എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് രേഖകളെ സൂക്ഷ്മമായും അന്വേഷണാത്മകമായും പരിശോധിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് മികവിനാണ് അവാർഡ്. മികച്ച TV ഷോ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ന്യൂസ് 18 കേരള. നിർമ്മാണം അപർണ കുറുപ്പ് 10000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ആധുനികാന്തര കേരളത്തിൻ്റെ പുരോഗമന പ്രമേയങ്ങളെ മുഴുവൻ തകർത്ത് അതിവേഗം വർഗീയവൽക്കരണത്തിന് വിധേയരാകുന്ന കേരളീയ സ്ത്രീകളെ തുറന്നു കാണിച്ച് അവതരിപ്പിച്ചതിന് കേരളത്തിലെ ചില ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വെറുപ്പിൻ്റെയും അന്യമത വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്ന പ്രതിവാര പരിപാടിയിലൂടെ ധീരമായി തുറന്നു കാണിച്ചതിനാണ് അവാർഡ്. മികച്ച കുട്ടികളുടെ പരിപാടി ഫെസ്റ്റിവൽ കലാമണ്ഡലം ഹൈദരാലിയെക്കുറിച്ചുള്ള പരിപാടി കൈറ്റ് വിക്ടേഴ്സ്. സംവിധാനം BS രതീഷ് 15000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം K. അൻവർ സാദത്ത് 15000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. കലാമണ്ഡലം ഹൈദരാലിയെക്കുറിച്ച് ഉള്ള പാഠഭാഗം വിദ്യാർത്ഥികളുടെ പ്രായത്തിനും മനസ്സിനും ഇണങ്ങുന്ന രീതിയിൽ അവതരണ സ്വഭാവത്തോടെ എഡിറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന പുലർത്തിയ മികവിന് അടച്ചുപൂട്ടലിൻ്റെ കാലത്ത് കുട്ടികളുടെ പഠനം തുടരുന്നതിനും അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനും ഉതകുന്ന രീതിയിൽ ഫെസ്റ്റിവലിൻ്റെ വിവിധ എപ്പിസോഡുകൾ തയ്യാറാക്കിയ സംവിധായകരുടെയും പ്രവർത്തനം അഭിനന്ദനീയമാണ്. പ്രത്യേക ജൂറി പരാമർശങ്ങൾ. ഛായാഗ്രഹണം ഡോക്യുമെൻ്ററി പരിപാടി അങ്ങനെ മനുഷ്യൻ ഞെരിഞ്ഞമരുന്നു വീണ്ടും വീണ്ടും സെൻസഡ് പരിപാടി. സെബിൻസ്റ്റർ ഫ്രാൻസിസ് 2 പേർക്കാണ്. ആൻ്റണി ഫ്രാൻസിസ് ശില്പവും പ്രശസ്തി പത്രവും വീതം. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഇരകളാകുന്ന പാവപ്പെട്ട മനുഷ്യരുടെ സങ്കടങ്ങൾക്കൊപ്പം സങ്കീർണ സാഹചര്യങ്ങളിൽ മനുഷ്യപ്പറ്റോടെ ക്യാമറ ചലിപ്പിച്ചതിനാണ് ഈ അവാർഡ്. കാലിക പ്രാധാന്യമുള്ള ചരിത്ര പരിപാടിയുടെ സംവിധാനത്തിന് പരിപാടി സെൻട്രൽ ഹാൾ സഭ TV. സംവിധാനം പ്രിയ രവീന്ദ്രൻ VM ദീപ. ശില്പവും പ്രശസ്തി പത്രവും വീതം. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ നിയമനിർമ്മാണ ചരിത്രത്തിൻ്റെ നാൾ വഴികളിലേക്ക് ആധികാരിക രേഖകളെയും സമുന്നത വ്യക്തികളെയും സംഭാഷണങ്ങളെയും പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്ന പരമ്പരയ്ക്കാണ് ഈ അവാർഡ്. മികച്ച പുസ്തകം വായിച്ചില്ല. വായിച്ചു. ഓ സോറി അത് ഞാൻ വിട്ടു.
മികച്ച ഗ്രന്ഥം, അത് ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയതാ, ക്ഷമിക്കണം. ഒരു പുസ്തകം മാത്രമാണ് ഈ വിഭാഗത്തിൽ ജൂറിയുടെ പരിഗണനയ്ക്ക് വന്നത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് റെഗുലേഷനിലെ ചട്ടം 8 പ്രകാരം 2-ൽ കൂടുതൽ അപേക്ഷകളില്ലാത്ത വിഭാഗങ്ങളിൽ അവാർഡ് നൽകുന്നതല്ല. ഈ നിബന്ധന അനുസരിച്ച് പുരസ്കാരത്തിന് പുസ്തകം പരിഗണിക്കുന്നതിനുള്ള പരിമിതി ജൂറി പരിഗണിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം പുസ്തകത്തിന് അവാർഡ് നൽകേണ്ടതില്ല എന്ന് ജൂറി ഏകണ്ഠമായി തീരുമാനിച്ചു. മികച്ച ലേഖനം, അധികാരം കാഴ്ചയോട് ചെയ്യുന്നത്, രചയിതാവ് ജിതിൻ കേസി. ദൃശ്യമാധ്യമ നിലയിൽ ടെലിവിഷൻ ഉൽപ്പാദിപ്പിക്കുകയും വിനിമയം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകളുടെ ഉള്ളടക്കത്തെ പരിശോധിക്കുന്ന ലേഖനം. സമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണത്തിൽ ടെലിവിഷൻ ചെലുത്തുന്ന സ്വാധീനം വസ്തുതാപരമായി പരിശോധിക്കാനുള്ള ശ്രമം ഈ രചനയിലുണ്ട്. ഒപ്പം കോവിഡ് കാല കാഴ്ചയെ പിടിച്ചെടുക്കുന്ന OTT പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചുള്ള ആലോചനകളും അതിൽ ലീനമായിരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക പാഠങ്ങളും ഈ ലേഖനം പരിശോധിക്കാൻ ശ്രമിക്കുന്നു. വിഷയത്തെ അക്കാദമികമായി സമീപിക്കുകയും മൗലികമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഈ ലേഖനം. ഈ വർഷത്തെ അവാർഡ് സംബന്ധിച്ച് ഇത്രയുമാണ് വിശദീകരിക്കാനുള്ളത്. ജൂറി അംഗങ്ങളും ജൂറിയുടെ ചെയർമാന് പ്രിയപ്പെട്ട ശ്രീ VR ശരത് ദേശീയ സംസ്ഥാന തലങ്ങളിൽ സംവിധാനത്തിനൊക്കെ ആയിട്ട് ചലച്ചിത്ര അവാർഡ് ജേതാവാണ്. അംഗങ്ങളായിട്ടുള്ള ശ്രീ S ഹരീഷ് തിരക്കഥാകൃത്ത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവാണ്. മറ്റൊരാൾ ശ്രീമതി ലെന കുമാർ നടി കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവാണ്. മറ്റൊരാൾ ശ്രീ സുരേഷ് പൊതുവാൾ സംവിധായകൻ തിരക്കഥാകൃത്ത് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവാണ്. ശ്രീ ജിത്തു കോളയാട് സംവിധായകൻ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവാണ്. ശ്രീ C അജോയ് മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. കഥേതര വിഭാഗത്തിൽ ചെയർമാൻ ശ്രീ സഞ്ജു സുരേന്ദ്രൻ ഡോക്യുമെൻ്ററി സിനിമാ സംവിധായകൻ ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവാണ്. 2 ശ്രീ MS ബനേഷ് അംഗമാണ്. ഡോക്യുമെൻ്ററി സംവിധായകൻ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവാണ്. 3 ശ്രീ MS ശ്രീകല അംഗം കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവാണ്. 4 ശ്രീ സലിൻ മങ്കുഴി തിരക്കഥാകൃത്ത് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവാണ്. 5 ശ്രീ നൌഷാദ് ഷെരീഫ് ഛായാഗ്രഹകൻ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവാണ്. 6 C അജോയ് മെമ്പർ സെക്രട്ടറി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. രചനാ വിഭാഗത്തിൽ ചെയർമാൻ ശ്രീ ഡോക്ടർ K ഗോപിനാഥൻ നിരൂപകൻ സംവിധായകൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവാണ്. 2 ശ്രീ KP ജയകുമാർ അംഗം നിരൂപകൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവാണ്. 3 ശ്രീമതി കവിതാ ബാലകൃഷ്ണൻ കലാ നിരൂപക ചിത്രകാരി കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവാണ്. 4 ശ്രീ C അജോയ് മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കമൽ സാർ അടക്കമുള്ളവർ ഇത് പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ച് ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സംസ്ഥാന പുരസ്കാരത്തിന് പോലും പരിഗണിക്കാൻ കഴിയുന്നത്ര നിലവാരമില്ലാത്ത സീരിയലുകളെന്നാണ് ജൂറിയുടെ പരാമർശം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നിലവാരം ഉറപ്പാക്കാനായി ഈ ദേശീയ ഫിലിം സെൻസറിംഗ് പോലെ സീരിയലുകളുടെ സെൻസറിങ്ങിനെ പറ്റി എന്തുകൊണ്ടാണ് സർക്കാർ ആലോചിക്കുന്നത്? നേരത്തെ അതിനെപ്പറ്റി ആലോചിക്കുമെന്ന് എനിക്ക് പറഞ്ഞിരുന്നു. അല്ല, ഈ സീരിയലുകളെ സംബന്ധിച്ച് സെൻസറിങ്ങിൻ്റെ അധികാരാവകാശങ്ങളെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ നിൽപ്പുണ്ട്. അല്ല, അതെ, സംസ്ഥാനം നടത്താൻ പറ്റുന്നതിനെ പറ്റി ചില നിയമപ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൻസർഷിപ്പിന് സെൻട്രൽ ഗവൺമെൻറ് അധികാരപരിധിയുണ്ട്. സീരിയലുകളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ അത് പരിശോധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സെൻസർ ചെയ്യുക എന്നുള്ളതല്ല ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ നയം. ഈ ജൂറിയുടെ പരാമർശം അതീവ ഗൗരവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൽ വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ടെലിവിഷൻ പരമ്പരകളിലും കോമഡി പരിപാടികൾ ചാനലുകൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം പുലർത്തണം. ഇതിനാണ് ആദ്യം പരിഗണന കൊടുക്കുന്നത്. അതായത് റേറ്റിംഗ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ വിശദീകരിക്കേണ്ടതായിരുന്നു. നമ്മൾ തയ്യാറായി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതൊരു പ്രത്യേക ഒരു മസാല പുരണ്ട ഒരു സാധനം വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് ചാനൽ ചുമതലപ്പെട്ടവർ മാറണം. ഇതാണ് ആദ്യം ഗവൺമെൻറ് പരിഗണിക്കുന്നത്. അല്ല എല്ലാത്തിനും കത്രി വെക്കുകയല്ല. അതിനുവേണ്ടി ഇപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറായിട്ടുണ്ട്. സംസാരം നടന്നു കഴിഞ്ഞു, ഒരു റൗണ്ട് കഴിഞ്ഞു, ഇനി വീണ്ടും സംസാരിക്കാൻ പോവുകയാണ്.
പ്രത്യേകിച്ച് ചാനലിൻ്റെ അധികാരികളുമായി ആദ്യം സംസാരിക്കണം. യഥാർത്ഥത്തിൽ ഈ സീരിയൽ എടുക്കുന്ന സംവിധായകനോ നിർമ്മാതാവോ ഇതിനകത്ത് മറ്റ് കഥ മറ്റൊരാൾക്കും ഇതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. യഥാർത്ഥത്തിൽ ഇതാണ് വിഷയം. നിലവാരമുള്ള സീരിയലുകൾ പ്രക്ഷേപണം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഉറച്ച നിലപാടാണ് ഗവൺമെൻറ്. ഈ ഡിസ്കഷൻ വിജയിക്കുന്നില്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നതാണ് അങ്ങ് ചോദിച്ച ആ ചോദ്യം. ആ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുന്നൊരു വിഷയമാണ്. പക്ഷെ ആദ്യം നമ്മൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുക, സമൂഹത്തോട് നമ്മളൊരു പ്രതിബദ്ധത കാണിക്കണം. ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇനി ഒരു 10 ചാനലുകാരെ വിളിച്ച് സംസാരിച്ചു, 9 ആളും ഞങ്ങൾ ഇനി മുതൽ നല്ല നിലവാരമുള്ളത് വിടാം. ഒരു ചാനലുകാർ വിട്ടില്ലെങ്കിൽ ആ ചാനൽ റേറ്റിംഗ് കൂടും. അപ്പോൾ 9 ചാനലുകാർ ഔട്ടായി പോകും. ഈ പ്രശ്നമുണ്ട്. അതാണൊരു പ്രശ്നം. അപ്പോൾ 9 പേരിലല്ല 10 പേര് ഒരുപോലെ തയ്യാറാകണം. അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നത്. അങ്ങനെ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് കൂട്ടായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്തായാലും ഈ പരാമർശം കേരളത്തിലെ വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കളും കുട്ടികളും പൊതുസമൂഹവും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളും മാധ്യമങ്ങളുടെ ഉടമസ്ഥരും ഗൗരവമായി എടുക്കണം എന്ന നിലയിലേക്കാണ് ഈ പരാമർശത്തെ സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാമർശം ഗൗരവമായിട്ടാണ് ഗവൺമെൻറ്റും എടുക്കുന്നത്. അപേക്ഷകൾ അയക്കാതെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചില വീഡിയോസ് വരുന്നുണ്ട്, ഗംഭീര വീഡിയോസ്. പക്ഷെ ഇതൊന്നും അപേക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഇതൊന്നും അവാർഡ് നിർണ്ണയിക്കപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക സമിതി വിലയിരുത്തി, ജൂറി വിലയിരുത്തി ഇതിന് അവാർഡ് കൊടുക്കുന്ന സംവിധാനം അതൊരു ശുപാർശയായിട്ട് വന്നിട്ടുണ്ട്. നവമാധ്യമങ്ങളെ ഉൾപ്പെടുത്തണമെന്നുള്ളത്, നവമാധ്യമങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ശുപാർശ വന്നിട്ടുണ്ട്. പ്രിലിമിനറി സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിച്ച് റിപ്പോർട്ട് തരാനുള്ള കമ്മിറ്റിയുടെ ശുപാർശ വന്നിട്ടുണ്ട്. അതെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ തുക, അത് ഞാനിപ്പോൾ തന്നെ പറയുന്നു, അങ്ങ് അത് പരിശോധിക്കണം. ദാരിദ്ര്യം കാണിക്കണ്ട, കാശ് കൊടുക്കണം. മികച്ച തുക അടുത്ത പ്രാവശ്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും എല്ലാ ഐറ്റത്തിലും വർദ്ധിപ്പിക്കണം. കാരണം കലാമണ്ഡലത്തിൽ ഞാൻ ഇന്നലെ പോയപ്പോൾ 1 ലക്ഷം രൂപ എടുക്കുന്നത്. അത് നിങ്ങളൊക്കെ കാണേണ്ടതാണ്. അവിടെ അതേ കലാകാരന്മാരാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഇത് ചെയ്യുന്ന രീതിയൊക്കെ വ്യത്യസ്തങ്ങളാണ്. നമുക്ക് അത്രയൊന്നും കൊടുക്കണ്ട, പക്ഷേ അവർ കൊടുക്കുന്ന കാര്യം നമ്മൾ ഓർക്കണം. കാരണം ഏത് രംഗത്താണെങ്കിലും ആ രംഗത്തോട് കൂറും ആത്മാർത്ഥമായിട്ട് അവരിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇതിന് കുറച്ച് സമയവും സാഹചര്യം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഒരു പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ അർത്ഥവത്തായ പ്രോത്സാഹനമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എല്ലാ അവാർഡുകളെ സംബന്ധിച്ചും ഒരു പരിഷ്കരണത്തെക്കുറിച്ച് ഞങ്ങൾ ബന്ധപ്പെട്ട അക്കാദമികളാണ് ചെയ്യേണ്ടത്. ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഭരണസമിതിയുമായിട്ട് ഞങ്ങൾ ആലോചിക്കും. അവർക്ക് ചെയ്യാവുന്ന ലിമിറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ്. അത് ശുപാർശ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അത് 32,000 അല്ലേ ഇന്നലെ? അടച്ചിട്ട് മുറിക്കാതിരിക്കാൻ പറ്റില്ല, അതല്ലേ പക്ഷേ. ഇപ്പോൾ ഇത് തന്നെ അപകടമാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന തന്നെ നമ്മുടെ പ്രോട്ടോക്കോളിൽ എങ്ങനെയാണ്, പക്ഷേ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ തിയേറ്ററിലേക്ക് ഒരു 100 സീറ്റുണ്ടെന്ന് വിചാരിക്കുക. ആ 100 സീറ്റിലെന്ന് പറഞ്ഞാൽ 100 ആളിനെ ഇരുത്തും, ഏത് പ്രോട്ടോക്കോൾ പറഞ്ഞാലും. അതാ പ്രശ്നം. ഇവിടെ മാത്രമല്ല, ഓഡിറ്റോറിയങ്ങൾ തുറന്നു കൊടുക്കുന്നില്ലല്ലോ. അടച്ചിട്ട മുറിക്കകത്ത് ഇത് പടരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒന്ന്. ഇത് തുറന്നു കൊടുക്കേണ്ടെന്ന് അഭിപ്രായം ഞങ്ങൾക്കില്ല, തുറന്നു കൊടുക്കണം. പക്ഷേ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒന്ന് കുറയണ്ടേ? ഇന്നലെ കൂടുതലല്ലേ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം വന്നിട്ടുണ്ട്. NHM ഇതിനകത്തുനിന്ന് ഒഴിയുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഇന്ന് മുതലില്ല. ഞാനത് വിശദീകരിക്കല്ലേ, കൂട്ടത്തിൽ ഞാൻ പറയാണ്. നമുക്ക് കാണേണ്ട ഒരു പ്രശ്നം, സ്റ്റേറ്റിലെ ഈ ആളുകളുടെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ, പ്രൊഡക്റ്റീവ് സെക്ടർ വളരെ ഇല്ലാത്തൊരു സ്റ്റേറ്റ്, ഈ ഭാഗമെല്ലാം നമ്മൾ നോക്കണം. ഓപ്പൺ ചെയ്യാതിരിക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ പരമാവധി ഓപ്പൺ ചെയ്യുകയാണ്. തിയേറ്ററുകാർ എന്തൊക്കെ സംസാരിച്ചു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു, സജീവമായ പരിഗണനയുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ സീരിയലിനും സിനിമയ്ക്കും നമ്മൾ ഷൂട്ടിങ് കൊടുത്തല്ലോ. അപ്പോൾ അവരത് സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് നിബന്ധന വിളിച്ചു. ഇത് നമ്മുടെ പരിഗണനയുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരാഴ്ച കുറയുന്ന എൻ്റെ വിശ്വാസം. നമ്മൾ ഡിസംബർ വരെ ഈ കഷ്ടത അനുഭവിച്ചാൽ മതി. ഡിസംബർ കഴിയുമ്പോൾ എല്ലാം നേരെയാകും, ഒരു സംശയമില്ല. എന്തോ
ഡിസംബർ ആകുമ്പോൾ നമ്മുടെ ഈ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ വാക്സിനേഷൻ ഇപ്പോൾ ഒരു 90% ആവുമല്ലോ. കാരണം നമുക്ക് ആവശ്യം പോലെ വാക്സിനേഷൻ നമുക്ക് നടത്താൻ കഴിയുന്ന വാക്സിൻ വരുന്നുണ്ട്, നമ്മൾ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ വരും. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എല്ലാം റെഡിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ലേ രക്ഷിക്കും. പിന്നെയും കമൽ സാറ് സംസാരിക്കും. ഇല്ല, സാർ പറഞ്ഞായിരുന്നു തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം പൊതുവേ അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാം ഈ മേഖലയിൽ അവാർഡ് ജേതാക്കളായി വരേണ്ടവരാണ്. എൻ്റെ ഒരു അഭ്യർത്ഥന, നല്ല നല്ല എന്താ പറയുന്നത്, നിലവാരമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കണം. അടുത്ത പ്രാവശ്യം അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് എല്ലാ അവാർഡുകളും പ്രഖ്യാപിക്കാൻ കഴിയണം. ഇത് എല്ലാ ആളുകൾക്കും അവരുടെ അവർ തയ്യാറാക്കുന്നത് എത്താൻ കഴിയുന്ന, ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാനാണ് ഇപ്പം നമുക്ക് പരമാവധി പരിശ്രമിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, നാളെ ഒരു 11 മണിക്ക് ഒരു പത്രസമ്മേളനം ഞാൻ വെച്ചിട്ടുണ്ട്. അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സമത്തിൻ്റെ പത്രസമ്മേളനമാണ്. അതെല്ലാവരും പങ്കെടുക്കണം. കാരണം നമ്മുടെ സ്ത്രീകൾക്കെതിരായിട്ട്, ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടും മറ്റാക്രമണങ്ങൾക്കെതിരായിട്ടും സാംസ്കാരിക വകുപ്പ് വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ ഒന്ന് പങ്കെടുത്ത് സഹായിക്കണം. ഇതെല്ലാം ഓൺലൈനിലാണ്. അതെ, അത് പരിശീലിപ്പിക്കണ്ടേ. 11 അംഗീകൃത യുവജന പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിയിലല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട സംഘടനകൾ ചേർത്താണ്. ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീം, NCC, നമ്മുടെ നെഹ്റു യുവകേന്ദ്ര, ഇങ്ങനെ വരുന്ന സംഘടനകളെ ചേർത്ത് വാർഡ് തലത്തിൽ യുവജനങ്ങളുടെ കമ്മിറ്റി ഫോം ചെയ്ത് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. അല്ലാതെ വെറും പ്രസംഗമല്ല. വീടുകളിൽ പോയി അവരെ ആശയപരമായി ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി അതിനാവശ്യമായ ഡോക്യുമെൻ്ററികൾ, പ്രസിദ്ധീകരണങ്ങൾ, ചർച്ചകൾ, ഇതെല്ലാം നടത്താൻ പോകണം 1 വർഷം. അതാണ് വലിയ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ 1 വർഷം കഴിഞ്ഞാൽ ഒന്നും കേരളത്തിൽ സംഭവിക്കില്ല. അതാണ് അതിനകത്ത്. നമുക്ക് എല്ലാവരെയും നന്നായി മാനസികമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കലയിലൂടെയും സംഗീതത്തിലൂടെയും സാഹിത്യത്തിലൂടെയാണ് ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകളെ ആകർഷിക്കും. ഇപ്പം നമ്മുടെ മഴമിഴി പ്രോഗ്രാം പോലെ വലിയൊരു ഡോക്യുമെൻ്ററി ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ പോവാണ് 1 വർഷം സ്ത്രീകളുമായി. അപ്പോൾ അതിൻ്റെ സംഗതികളൊക്കെ ഇപ്പോൾ KSFDC മറ്റ് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവസാനിപ്പിക്കാമല്ലോ. വളരെ സന്തോഷം എല്ലാവർക്കും.